അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 വ്യക്തികളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഈ 3 ആളുകളെ ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല. അവർ ആരൊക്കെയാണ്, ഏത് സമയത്താണ് അവരെ ചീത്ത പറയാൻ പാടില്ല? ചീത്ത പറയാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട്. ചീത്ത പറയാൻ പാടില്ലാത്ത വ്യക്തികളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ. പിഞ്ചുമക്കൾ ഒരിക്കലും അവരെ ചീത്ത പറയരുത്. ചിലപ്പോൾ നമ്മുടെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി ആ സമയത്താണ് കുട്ടി ചെറുപ്പം ധരിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കയറി വരുന്നത്. ആ സമയത്ത് ഉമ്മക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. കാരണം ഉമ്മ നന്നായി വൃത്തിയാക്കി നിലയ്ക്ക് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ കുട്ടി ഇങ്ങനെ വരുമ്പോൾ അല്ലാണ്ട് ആ ക്ഷീണത്തോട് കൂടി ഇരിക്കുന്ന സമയത്താണ് വരുന്നത്. പാവം കുട്ടി വരുന്നു. കുട്ടിക്കറിയില്ലല്ലോ ഇത് തുടച്ചതാണ്, ചെറുപ്പത്തിരിക്കാൻ പാടില്ല, ചെറിയ കുട്ടിയാണല്ലോ, ആ കുട്ടിക്ക് തക്ലീഫില്ലല്ലോ. അതുകൊണ്ട് ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. സ്നേഹം പോലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഉമ്മ എന്നല്ല, ആരും ചീത്ത പറയരുത്. നമ്മുടെ അയൽവാസിൻ്റെ കുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചത് കുട്ടി വന്ന് അത് പൊളിച്ച് തകർത്തു എന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ കുട്ടിയെ ചീത്ത പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. കാരണം ആ കുട്ടി വിവരമില്ലാത്ത കുട്ടിയാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. പല ആളുകളുണ്ട്, ചെറിയ കുട്ടികളോട് ഒച്ചത്തിൽ സംസാരിക്കുക, സൗട്ട് ചെയ്ത് സംസാരിക്കുക, നല്ല ശബ്ദത്തോടു കൂടി അവരോട് പെരുമാറി. ഇതൊക്കെ ചെയ്തു പോകരുത്. കുടുംബക്കാരും ചെയ്യരുത്, ആരും ചെയ്തു പോകരുത്. ആ കുട്ടികളോട് സ്നേഹത്തോടു കൂടി, ചെറിയവരോട് സ്നേഹം കാണിക്കാത്തവൻ വലിയവരെ ബഹുമാനിക്കാതെ നമ്മിൽ പെട്ടവനല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചെറിയവരോട് സ്നേഹം കാണിക്കുക എന്നുള്ളത് ഈമാൻ്റെ അടയാളമാണ്. പ്രത്യേകിച്ച് ചെറിയവർ എന്ന് പറയുമ്പോൾ, പിഞ്ചു മക്കളെന്ന് പറയുമ്പോൾ അവരെ കാണുമ്പോൾ അവർക്ക് സലാം പറയുക, അവരുടെ കുറച്ചുകൂടി അവരെ കൂടെ സമയം ചെലവഴിക്കുക, അവരോട് സ്നേഹത്തോട് മാത്രം പെരുമാറുകയും ചെയ്യുക. രണ്ടാമത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ഭ്രാന്തൻ ചിലപ്പോൾ പല പ്രവൃത്തിയും ചെയ്തേക്കും. ചിലപ്പോൾ നമ്മുടെ പല സാധനങ്ങൾ പൊട്ടിച്ചെന്ന് വരും. ചിലപ്പോൾ നമ്മുടെ പല വീട് ഉപകരണങ്ങൾ പൊട്ടിച്ചെന്ന് വരും. ആ സമയത്ത് ആ ഭ്രാന്തനെ ചീത്ത പറയരുത്. കാരണം ഭ്രാന്തനും തക്ലീഫില്ല, അവനറിയില്ലല്ലോ ഇത് പൊട്ടിക്കാൻ പാടില്ലാത്തതാണ്. മറ്റുള്ളവരെന്തെങ്കിലും വഴക്ക് പറയും, പലതും പറയും, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും, അടിക്കും പിടിക്കും, പലതും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഭ്രാന്തനായിരിക്കില്ല, വേറെ ഒരു ഭ്രാന്തനായിരിക്കും നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഭ്രാന്തൻ ചെയ്ത് എന്നതിൻ്റെ പേരിൽ ഭ്രാന്തൻ്റെ മാതാപിതാക്കളെ പോയി പറയാം, ഒരിക്കലും പാടില്ല. അത് അള്ളാഹു ആണല്ലോ അവരെ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അതിന് നാം ക്ഷമ കൈകൊള്ളണം. അവർക്ക് ചികിത്സയുടെ മാർഗങ്ങൾ തേടിക്കൊടുക്കാൻ വേണ്ടി നാം സഹായിക്കണം. ഇത്തരത്തിലുള്ള ഭ്രാന്തന്മാർ നമ്മുടെ വീട്ടിൽ വന്ന് പല ശല്യങ്ങളും ഉണ്ടാക്കിയാൽ അതിന് വേറെ ഒരു മാർഗം കണ്ടുപിടിച്ച് ആ ശല്യത്തിനെ ഇല്ലാതെയാക്കുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ ആ കുടുംബക്കാരെ ശപിക്കാനോ അല്ലെങ്കിൽ അവരെ ചീത്ത പറയാനോ അവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയാനോ ഒരിക്കലും നാം പോകരുത്. ചീത്ത എന്നുള്ളത് പൊതുവെ പറയാൻ പാടില്ല. എന്നിട്ടും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ ചീത്ത പറയുക എന്നുള്ളത് വലിയ വിഷയമാണ്. പിഞ്ചു മക്കളോടൊക്കെ ചില ഉമ്മമാർ സംസാരിക്കുന്നൊരു ശൈലിയുണ്ട്. അടിക്കുന്ന മാതാപിതാക്കൾ വരെയുണ്ട്. അടിക്കുകയാണ്, ചെറിയ മക്കൾക്ക് അടിക്കുകയാണ്. ഒരിക്കലും ചെയ്തു പോകരുത്. ആ ചെറിയ മക്കളാണല്ലോ, അവർക്കറിയില്ലല്ലോ. അവരെ നന്നായി ശകാരിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. തീർച്ചയായും വലുതായതിൻ്റെ ശേഷം ആ മക്കൾ അതിൻ്റെ പ്രതികാരം നിങ്ങളോട് തീർക്കും. നിങ്ങൾ എത്ര കണ്ട് മക്കൾക്ക് കിക്ക് കൊടുക്കുന്നോ അതിൻ്റെ 10 മടങ്ങ് കിക്ക് നാം ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും. എത്ര കണ്ട് അവർക്ക് കിസ് കൊടുക്കുന്നു അതിൻ്റെ 10 മടങ്ങ് കിസ് തിരിച്ചും ആ സ്നേഹം കിട്ടും. മക്കളെ ചുംബിക്കുക, അവർക്ക് സ്നേഹം മാത്രം നൽകുക. മൂന്നാമത്തെ ഒരാൾ എന്ന് പറയുന്നത്, ഇത് പലരും അവഗണിക്കുന്ന ഒരാളാണ്. ഈ ആളെ അവഗണിക്കുന്നത് കാരണം ചിലപ്പോൾ ഭാര്യയിലുണ്ടാവും സ്വഭാവം, ചിലപ്പോൾ ഭർത്താവിനും ഉണ്ടാവും സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉള്ള നമ്മുടെ കൂട്ടായ്മകൾ, നമ്മൾ ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്നതിന് അവിടെ, പിന്നെ ദർസ് പഠിക്കുന്ന സമയത്ത് മുതഅല്ലിമീങ്ങളാണെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാവും ഈ സ്വഭാവം. ആ സ്വഭാവമുള്ളവർ ഒരിക്കലും ചീത്ത പറയരുത്. ആ സ്വഭാവം അവരൊന്നും ഉണ്ടാകുന്നത് അത് അവരുടെ കാരണം കൊണ്ടല്ല,
നാം അത് തിരിച്ചറിയണം. കാരണം അവർ അത് ചെയ്യുന്നത് ചിലപ്പോൾ വലിയ വലിയ ആലിമ്യങ്ങളായിരിക്കും ആ സ്വഭാവക്കാർ. ചിലപ്പോൾ പള്ളിക്ക് ഇമാമത്തിന് നിങ്ങൾ വരുന്ന സമയത്ത് അവിടുത്തെ ആ പള്ളിയുടെ ഖത്തീബായിരിക്കാം, അവിടുത്തെ മുദർരിസായിരിക്കാം. ചിലപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണുന്നെങ്കിൽ നിങ്ങൾ ആ ഖത്തീബിനെയോ അല്ലെങ്കിൽ മുദർരിസിനെയോ അല്ലെങ്കിൽ ഒരു സയ്യിദിനെയോ ഒരിക്കലും ചീത്ത പറയരുത്. അതായത് ആ സ്വഭാവം അവർക്കുണ്ടാകുന്നത് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ കൂർക്ക വലിക്കുക, ഒച്ച ഉണ്ടാക്കുക, എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള ഉറക്ക സമയത്ത് കൂർക്ക വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ സമയത്ത് ഭാര്യ അടുത്ത് കിടന്നിട്ടുണ്ടാകും. ആ ഭാര്യയൊന്ന് ഉണർത്തിട്ട് പറയും, എന്താ നീ കൂർക്ക വലിക്കുന്നത്? നിന്നെ പറഞ്ഞ് എനിക്ക് ഉറക്കില്ലെന്ന് പറഞ്ഞ് കാരണം ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരനെ ഒരിക്കലും അങ്ങനെ ചെയ്തു അവർക്കറിയില്ലല്ലോ. അവർ ഈ ഉറക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി അവർക്കറിയില്ല. അവർ തക്ലീഫില്ലാതെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരെ ഉണർത്തുക, അവരുടെ വർക്കിന് ബുദ്ധിമുട്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ മൂക്കത്തിങ്ങനെ ചുറ്റുക, എത്ര സമയമായി ഈ ജനറേറ്റർ പോലെ ഇങ്ങനെ കൂർക്ക വലിച്ചു കൊണ്ടിരിക്കുന്ന എത്ര സമയമെന്ന് പറഞ്ഞ് അവരെ മനസ്സിന് വേദനിപ്പിക്കുക, അവരെ വർക്കിന് ഉണർത്തുക, ഇതൊക്കെ ചെയ്യരുത്. അവരുടെ ആ വർക്ക് നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. കാരണം അവരെ സ്വയം ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ കാര്യമായി ചെയ്യണമെന്ന് കരുതി കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതല്ല. അവർ തക്ലീഫില്ലാതെ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതിൽ നാം ക്ഷമ കൈകൊണ്ടാൽ നമുക്ക് പ്രതിഫലം കിട്ടും. അപ്പോൾ ഈ 3 വ്യക്തികൾ ചീത്ത പറയുന്നവരെ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല എന്നാണ്. പലരും ഈ 3 വ്യക്തികളെ അവഗണിക്കാറുണ്ട്. ഭ്രാന്തനാണെങ്കിൽ ഭ്രാന്തൻ അവനെ ഗണിക്കും, അതുപോലെ കുട്ടികളാണെങ്കിൽ ശകാരിക്കുകയും ചെയ്യും. പിന്നെ വറക്കത്ത് കൂർക്ക വലിക്കുന്നവർക്ക് കൂടെ ജോലി ചെയ്യുന്നവരെ കൂട്ടത്തിലേക്ക് ഉണ്ടെങ്കിൽ അവനൊന്ന് പൊക്കും, അവന് ഉപദ്രവിക്കുന്ന ഇവരുടെ കൂടെ പഠിക്കുന്ന മക്കളെ കൂട്ടത്തിലുണ്ടാകും. കാരണം ഒന്നിച്ച് ഒരു ഹോസ്റ്റലിൽ പോയി പഠിക്കുന്ന മക്കളാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ കൂർക്ക വലിക്കുന്നവരുണ്ടാകും. അവന് വല്ലാണ്ട് ഉപദ്രവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ അടുത്തൊരു പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ ഉസ്താദ് ഇങ്ങനെ ഉറങ്ങി കൂർക്ക വലിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പലരും ഇങ്ങനെ പല നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നോവിക്കുന്നുണ്ടാണ്. അപ്പോൾ അയാൾക്കറിയില്ലല്ലോ, അയാൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയതാണ്. ആ സമയത്തുണ്ടായ ഈ ഒരു അനുഭവത്തിന് വേണ്ടി പല നിലക്കുള്ള ആരോപണങ്ങൾ പറയാം. ഒരിക്കലും നാം ചെയ്തു പോകരുത്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മുടെ ഇത്തരത്തിലുള്ള ഈ സ്വഭാവം തീർച്ചയായും ഇല്ലാതെ കണ്ട് തന്നെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.